പുതുപ്പാടിയിൽ നിന്നും കോഴിക്കോട് ഗോവിന്ദപുരത്തു നിന്നും MDMA പിടിച്ചെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിലാണ് 12.5 ഗ്രാം MDMAയുമായി കോഴിക്കോട് സ്വദേശികളായ അരുൺകുമാർ, റിജുൽ എന്നിവർ ഗോവിന്ദപുരത്ത് പിടിയിലായത്. റിജുലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രാസലഹരി കണ്ടെടുത്തത്. ഇവർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതായിരുന്നു MDMA. അരുൺകുമാറിനെ 330 ഗ്രാം MDMAയുമായി മീനങ്ങാടി എക്സൈസ് നേരത്തെ പിടികൂടിയിരുന്നു. 1.5 വർഷത്തിലധികം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. റിജുലിനെ മെഡിക്കൽ കോളേജ് പോലീസ് തന്നെ 10 ഗ്രാം MDMAയുമായി നേരത്തെ പിടികൂടിയിരുന്നു. 3 മാസമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചത്. താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരി വിരുദ്ധ പ്രവർത്തകരെ കണ്ട് ലഹരി സംഘം കടന്നുകളഞ്ഞു. MDMA ഉപയോഗിച്ച കവറും 7 ഗ്രാം MDMAയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇവ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടന്നുകളഞ്ഞ പ്രതികൾക്കെതിരെ അന്വേഷണം ശക്തമാക്കി. അതോടൊപ്പം നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്തുക്കളാണ് ഇവരെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നു. ലഹരിക്കെതിരെ നിരന്തരമായി നമ്മൾ പോരാട്ടത്തിലാണ്. അതിന്റെ ഭാഗമായി ഈ ബോർഡ് ഇന്ന് രാവിലെ സ്ഥാപിക്കുന്ന വാർഡ് മെമ്പറാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഞങ്ങൾ ഈ ഒരു ബോർഡ് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത 2ാമത്തെ ബോർഡ് എടുക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു MDMA അങ്ങനെ കാണുന്നത്. അപ്പം നമ്മളിത് എടുക്കാൻ പോയ സമയത്ത് അവിടെ കുറച്ച് 5-6 ആളുകൾ ഉണ്ടായിരുന്നു. പട്ടാപ്പകലാണ്, കൃത്യം 11 മണിക്കാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത്. ഈ തരത്തിൽ ലഹരിയ മാഫികൾ ഇത്രയും അക്രമങ്ങളും ഇത്രയും സംവിധാനങ്ങളും എല്ലാ ഗവൺമെൻറ് ഫോഴ്സുകളൊക്കെ നാട്ടുകാരൊക്കെ ഇതിന്റെ പുറകിൽ ഓടുന്ന സമയത്ത് പോലും ഈ രീതിയിലേക്കാണ് നമ്മുടെ MDMA കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എക്സൈസും പോലീസും ലഹരി സംഘങ്ങളെ പിടികൂടാനുള്ള ഊർജിതമായ പ്രവർത്തനം നടത്തിവരികയാണ്. പിടിയിലാകുന്നവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരുമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.